പക്ഷെ അപ്പോഴും കുഞ്ഞനന്തന് മുകളിലേക്കുള്ളവരെ പിടിച്ചില്ല എന്നുള്ള വാദഗതി നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ നിസ്തുലമായിട്ടുള്ള പ്രവർത്തനം നമുക്ക് ഒരിക്കലും കാണാതിരിക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസ്സുകാർ ഇത്തരത്തിൽ ഇച്ഛാശക്തിയുള്ളൊരു കുറവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM നിന്ന് വിട്ട് വേറൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായാൽ കൊല്ലുക മാത്രമല്ല ഇത്രയേറെ ക്രൂരമായി കൊല്ലും എന്നൊരു മെസ്സേജ് കൂടി ആ കൊലപാതകത്തിൽ പുറകിലുണ്ടായി. ആ പിണറായി വിജയൻ ഇറങ്ങിപ്പോകുന്ന ദിവസം TPയുടെ വധം നടന്ന ദിവസമാണ് എന്നുള്ളത് അതെന്തോ ഒരു വലിയൊരു കോയിൻസിഡൻസ് ആയിട്ട് നമുക്ക് അതിനെ കാണേണ്ടി വരും. മെയ് 4 കേരളത്തിലെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ്. അതോടൊപ്പം പിണറായി വിജയനെയും CPMകാരെയും സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ്. പക്ഷേ ആ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. 2012 മെയ് 4 അന്നാണ് സഖാവ് TP ചന്ദ്രശേഖരനെ CPM പാർട്ടി കൊലയാളികൾ മുഖത്ത് 51 വെട്ടുകൾ വെട്ടി ഇല്ലാതാക്കിയത്. യാദൃച്ഛികമോ അല്ലെങ്കിൽ ആകസ്മികമോ എന്ത് വേണമെങ്കിലും പറയാം. വീണ്ടും ഒരു മെയ് 4 ഈ പാർട്ടിയെ ചവിട്ടി പുറത്താക്കുന്ന ഒരു ദിവസം വരുമ്പോൾ അത് താങ്കളൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ഈ കർമ്മത്തിലൊന്നും വിശ്വസിക്കുന്നില്ല, എങ്കിലും താങ്കൾ എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? അതായത് കേരളത്തിലെ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് RSകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് CPMകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, പല രാഷ്ട്രീയക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ CPMനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. 250 പേരുണ്ട്. RSSനും അത്രയും തന്നെ ഉണ്ട്. അതിൽ വളരെ ക്രൂരമായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇപ്പോൾ ജയകൃഷ്ണൻ മാസ്റ്റർ, പിന്നെ SFI നേതാവ് ഒരു സുധീഷുണ്ട്. അയാളുടെ മരണം എന്ന് പറഞ്ഞാൽ അയാളെ കഷ്ണമായിട്ട് വെട്ടിയൊക്കെയാണ് വന്നത്. അരിയിൽ ഷുക്കൂർ, അങ്ങനെ ഒരുപാട് ഉണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ മഥിച്ച ഒരു രാഷ്ട്രീയ കൊലപാതകം TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകമായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ CPM വിട്ടുപോയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ CPMൻ്റെ തന്നെ കാർമ്മികത്വത്തിൽ അതിക്രൂരമായി കൊല്ലപ്പെടുന്നൊരു സംഭവം ഒരുപക്ഷെ ഇതിനു മുമ്പുണ്ടായി കാണില്ല. ഇപ്പം CPIയിൽ നിന്ന് SDPIയിൽ പോയി ചേർന്ന ആളാണ് ഫസൽ, അയാളെ കൊന്നു. അങ്ങനെ CPMൽ നിന്ന് വേറെ പാർട്ടിയിൽ പോയി ചേരുന്നവരെയൊക്കെ കൊന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കോൺഗ്രസിൽ പോയി ചേർന്നവരെ കൊന്നത് കേട്ടിട്ടുണ്ട്. CPMൽ നിന്ന് RSSൽ പോയി ചേർന്നവരെ കൊന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ CPMൽ നിന്ന് വിട്ട് വേറൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ അയാളെ ഇത്ര നിഷ്ഠൂരമായി കൊന്നൊരു സംഭവം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ല. യഥാർത്ഥത്തിൽ ഒരു പ്രാദേശിക നേതാവായിരുന്നു TP ചന്ദ്രശേഖരൻ, സംസ്ഥാനതല നേതാവൊന്നും ആയിരുന്നു. പക്ഷെ അയാളെ കൊന്നത് എന്തിന്, അയാളെ കൊന്നതിലൂടെ നൽകിയ സന്ദേശമുണ്ട്. അതൊക്കെ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കുന്നു. അതായത് ഒഞ്ചിയം എന്ന് പറയുന്ന CPMന് ഏറ്റവും കൂടുതൽ വിപ്ലവ സ്മരണകൾ ഉയർത്തുന്ന ഒരു പ്രദേശമാണ് ഒഞ്ചിയം. ആ ഒഞ്ചിയത്തെ പാർട്ടിയിലെ ഏതാണ്ട് ഒരു 70% പേര് ഈ TP ചന്ദ്രശേഖരൻ്റെ പാർട്ടിയിലേക്ക് പോകുന്നൊരവസ്ഥ വന്നു. മനസ്സിലായി? അപ്പം അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഇയാളെ തീർക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് CPM എത്തി. അങ്ങനെ അയാളെ കൊന്നു. അപ്പോൾ അയാളെ കൊന്നത് ഒരുപക്ഷെ ഇത്രയേറെ ക്രൂരമായി ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയുമോ എന്ന് നമ്മളെ ചിന്തിക്കുന്ന നിലയിലായിരുന്നു അയാളെ കൊന്നത്. കാരണം ഒരു മനുഷ്യനെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യനെ വേണമെങ്കിൽ ഒരു കുത്തിന് കൊല്ലാം, അല്ലെങ്കിൽ ഒരു വെട്ടിന് കൊല്ലാം, എന്തെങ്കിലും ചെറിയ പണി കൊണ്ടും ഒക്കെ കൊല്ലാം. അതെ. പക്ഷേ TP ചന്ദ്രശേഖരനെ കൊന്നത് എങ്ങനെയാണ്? 51 വെട്ടുവെട്ടിയാണ് കൊന്നത്. ആ 51 വെട്ടിൽ 50 വെട്ടും അയാളുടെ മുഖത്ത് തന്നെ ആയിരുന്നു. ഇപ്പം ഈ എന്താണ് ഷൊഹൈബ് എന്ന് പറഞ്ഞ ആളെ കൊന്നത് 48 വെട്ടുവെട്ടിയാവും. പക്ഷേ 48 വെട്ടുവെട്ടി കൊന്നതിൽ ഭൂരിപക്ഷം വെട്ടും അയാളുടെ കൈക്കും കാലിനും ഒക്കെ ശരീരത്തിലാകമാനമായിരുന്നു. അതെ. പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ മുഖത്താണ് ഏറ്റവും കൂടുതൽ വെട്ട്. അപ്പോൾ അതൊക്കെ തന്നെ വളരെ ദുരൂഹമായിട്ട് നമുക്ക് തോന്നണം. എന്താണ് അങ്ങനെ വെട്ടിക്കൊന്നത്? അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനൊരു നിർദ്ദേശമുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടാകുമ്പോൾ എന്താണ് അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടാവാൻ കാരണം എന്ന് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്
കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM നിന്ന് വിട്ട് വേറൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായാൽ കൊല്ലുക മാത്രമല്ല ഇത്രയേറെ ക്രൂരമായി കൊല്ലും എന്നൊരു മെസ്സേജ് കൂടി ആ കൊലപാതകത്തിൽ ഇതിൻ്റെ പുറകിലുണ്ടായി. മനസ്സിലായോ? ഇങ്ങനെയായിരിക്കും കൊല്ലുക. കാരണം നമ്മളിതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പം കൊല്ലുമ്പം ഏറ്റവും ക്രൂരമായിട്ടുള്ള കൊല്ലലാണ് ഈ മുഖത്ത് വെട്ടി കൊല്ലുക എന്നുള്ളത്. കാരണം മുഖമാണല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡന്റിറ്റി. അതെ, മനസ്സിലായി. അപ്പം ഞാനെന്നാ വിധിന്യായം വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനകത്ത് ആ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഈ മുഖത്തിനൊരു രൂപം ഉണ്ടാക്കി വെക്കാനായിട്ട് ഇങ്ങനെ തുന്നിക്കൂട്ടാനായിട്ട് തന്നെ ഡോക്ടർമാർ 2-3 മണിക്കൂർ എടുത്തു. അപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ തുന്നിക്കൂട്ടി എടുക്കണമല്ലോ. അപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ പിഞ്ചി പോയ മുഖത്തിൻ്റെ ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്ത് വെക്കണമെന്നുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അത് ആ വിധിന്യായത്തിൽ വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയേറെ ക്രൂരവും ദാരുണമായിട്ടുമായിരുന്നു കൊലപാതകം. ആ കൊലപാതകത്തിനെ കുറിച്ചിട്ട് എരഞ്ഞിപ്പലം സെഷൻസ് കോടതി ജഡ്ജിയായിരുന്ന നാരായണ പിഷാരടി പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് അയാൾ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിലെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഗ്രോത്തെക്ക്, ഡയബോളിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, റൂത്ത്ലെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ക്രൂരമായ വാക്കുകൾ അയാൾ അതിനകത്ത് ഉപയോഗിക്കും. അയാൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ആ പാരഗ്രാഫ് 820 പാരഗ്രാഫ് മറ്റാണെന്ന് എൻ്റെ ഓർമ്മ. ആ പാരഗ്രാഫിൽ അയാൾ പറയുന്നത് ഈ കൊന്നയാളുകൾക്ക് ചന്ദ്രശേഖരനുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. കൊന്നയാളുകൾക്ക് ചന്ദ്രശേഖരനെ അറിയില്ല. അപ്പൊ ചന്ദ്രശേഖരനെ അറിയാത്ത ഒരു കൂട്ടം ക്രിമിനലുകളാണ് ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത്. 2, ആ കൊലപാതകം എന്ന് പറഞ്ഞാൽ ഡയബോളിക്ക്, ഗ്രോത്തെക്ക്, റൂത്ത്ലെസ് എന്നൊക്കെയാണ് പറയുന്നത്. പറഞ്ഞാൽ ഏറ്റവും ക്രൂരതകളിൽ വെച്ച് തന്നെ ക്രൂരതയുടെ പരകോടി എന്ന് കാണിക്കുന്ന നിലയിലാണ് കൊന്നത് ജഡ്ജി പറയുകയാണ്. എന്നിട്ട് ജഡ്ജി പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. ഈ മർഡർ ഷുക്ക് നോട്ട് ഓൺലി ദ കോൺഷ്യൻസ് ഓഫ് ദ ജുഡീഷ്യറി ബട്ട് ദ കോൺഷ്യൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ജുഡീഷ്യൽ സമൂഹത്തെ മാത്രമല്ല ഇത് ഞെട്ടിച്ചത്, ഇത് സമൂഹത്തെ ആകമാനം ഞെട്ടിച്ചു. ഈ കൊലപാതകം ഞെട്ടിച്ചു എന്നുള്ള ആ ഇത് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പാർട്ടിയിൽ നിന്ന് പോയി വേറൊരു പാർട്ടിക്കാരനെ, വേറൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയാൽ അവനെ ഇത്ര ക്രൂരമായി കൈകാര്യം ചെയ്യും എന്ന് തെളിഞ്ഞ വളരെ വ്യത്യസ്തമായൊരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു ചന്ദ്രശേഖരൻ. ആ കൊലപാതകത്തിന് വേറെ ചില പ്രത്യേകതകളുണ്ട്. പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ, ആ രാഷ്ട്രീയ കൊലപാതകത്തിലാണ് കൊലപാതകം നടത്തിയ CPM നേതാക്കന്മാരിൽ ചിലർ അറസ്റ്റിലാവുന്നു. കുഞ്ഞനന്ദനും പിന്നെന്തോ ഒരു ചന്ദ്രശേഖരൻ കാരായി ചന്ദ്രശേഖരൻ, അത് ഫസൽ വധക്കേസ്. അതുപോലെ 4-5 പേര് CPM-മായി ബന്ധപ്പെട്ടവർ അറസ്റ്റിലായി. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു പാനൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന കുഞ്ഞനന്ദൻ. അപ്പം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ വെച്ച് CPM നേതാക്കന്മാർ പ്രതികളാവുകയും CPM നേതാക്കന്മാർ ശിക്ഷിക്കപ്പെടുകയും ചെയ്ത രാഷ്ട്രീയ കൊലപാതകം ഒരുപക്ഷെ ആദ്യത്തത്. കാരണം വെച്ചാൽ ഇപ്പോൾ RSSകാരെയാണ് CPM-കാർ കൊല്ലുന്നതെങ്കിൽ CPM-കാർ പ്രതികളെ കൊടുക്കുക ചെയ്യും, എന്നിട്ട് അവർക്ക് അവരുടെ ചെലവുകൾ മുഴുവൻ വഹിക്കും, പ്രതികൾ പുറത്തായിരിക്കും. അതിൽ നിന്നൊരു മാറ്റം വന്ന ഒരു കൊലപാതകം എന്നുള്ള നിലയിലും ഈ കൊലപാതകം രേഖപ്പെടുത്തപ്പെടും. അതുപോലെ തന്നെ ഈ കൊലപാതകം തെളിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് CPM നടത്തിയിട്ടുള്ള വലിയ ശ്രമങ്ങളുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, PC ജോർജ് ഇതിൻ്റെ പുറകിലുണ്ടെന്ന് പറഞ്ഞു. മഹാരാഷ്ട്രയിൽ നിന്ന്, ബോംബെയിൽ നിന്നൊരു വ്യവസായി ഇതിൻ്റെ പുറകിലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മാഷാള്ള എന്ന് പറഞ്ഞ സ്റ്റിക്കർ മുസ്ലിം വർഗീയവാദികൾ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ന്യായീകരണങ്ങൾ അവർ കൊണ്ടുവന്നു. 2, ആ കേസ് തെളിയിക്കാതിരിക്കാൻ വേണ്ടി അതിഭീകരമായിട്ടുള്ള 21-22 പേരെയാണ് കൂറുമാറ്റിച്ചത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വരെ കൂറുമാറ്റിച്ചു. അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ സമ്മർദ്ദം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ സംഭാഷണം ചോർത്തി ദേശാമാനിൽ കൊടുത്തു. കാരണം BSNL-ലൊക്കെ CPM-കാരുണ്ടല്ലോ, കൊടുത്തു. അന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ അസഫ് അലി വക്കീലൊക്കെ അതിൻ്റെ ഇതിലുണ്ടായിരുന്നു. അസഫ് അലി വക്കീലിൻ്റെ വീടിന് മുമ്പിൽ കൊണ്ടുവന്ന് റീത്ത് സ്ഥാപിച്ചു. വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തി. പക്ഷെ അതിനെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് റെക്കോർഡ് ടൈമിലും മുടക്കോഴി മലയിലും ബോംബെയിലൊക്കെ പോയിട്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാരത് കണ്ടുപിടിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ അയാളെ നമുക്ക് ഒരു കാരണവശാലും ഓർക്കാതിരിക്കും. പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു? അന്നുണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും മെറ്റിക്കുലസ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന്
അന്വേഷിപ്പിച്ചു. ഒരു ഭീഷണിക്കും സമ്മർദ്ദത്തിനും അവർ വഴങ്ങിയില്ല. ഈ ശബരിമല കൊള്ള അന്വേഷിച്ച SITയുടെ പോലൊന്നും ആയിരുന്നില്ല ഷൗക്കത്ത് അലി, പിന്നെ ഒരു അനിൽ കുരുവിള ജോൺ, അവര് ഗംഭീരമായി അനൂപ് കുരുവിള ജോൺ ആണെന്നറിയില്ല, അനൂപ് കുരുവിള അവരത് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. കൃത്യമായിട്ടുള്ള തെളിവുകൾ കൊണ്ടുവന്നു. കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ നടന്നു. ആ പ്രോസിക്യൂഷനിൽ ശിക്ഷിക്കപ്പെട്ടു. ആ പ്രോസിക്യൂഷനിൽ കേസ് വാദിച്ച CK ശ്രീധരനെ പിന്നീട് CPM വില കൊടുത്ത് മേടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയെന്നുള്ള പറയാം. പക്ഷെ ശിക്ഷിക്കപ്പെട്ടു. പക്ഷെ അപ്പോഴും കുഞ്ഞനന്തന് മുകളിലേക്കുള്ളവരെ പിടിച്ചില്ല എന്നുള്ള വാദഗതി നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ നിസ്തുലമായിട്ടുള്ള പ്രവർത്തനം നമുക്ക് ഒരിക്കലും കാണാതിരിക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസ്സുകാർ ഇത്തരത്തിൽ ഇച്ഛാശക്തിയുള്ളൊരു കുറവാണ്. അപ്പം ആ നിലയിലൊക്കെ തന്നെ നമ്മുടെ മനസ്സിനെ മഥിച്ച ഒരു കൊലപാതകമാണ് TP യുടെ കൊലപാതകം. ഇപ്പോൾ TP യുടെ കൊലപാതകം സംബന്ധിച്ച് ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഉമേഷ് ബാബുവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഉമേഷ് ബാബു ഇവർക്ക് ഭയങ്കര നഷ്ടം ഉണ്ടായില്ലേ TP യെ കൊന്നപ്പോൾ? കാരണം TP യെ കൊന്നു കഴിഞ്ഞ് 2 തെരഞ്ഞെടുപ്പ് തോറ്റു. അതെ, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റു, പിന്നെ അങ്ങനെ 1-2 തെരഞ്ഞെടുപ്പുകൾ തോറ്റു എന്നാണ് എനിക്ക് തോന്നുന്നു. അല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തോറ്റു. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണ് ഈ TP യെ കൊന്നുകൊണ്ട് ഇവർക്ക് 1-2 തെരഞ്ഞെടുപ്പുകൾ അവർക്ക് തോക്കേണ്ടി വന്നില്ലെന്ന് ചോദിച്ചപ്പം എന്നോട് ഉമേഷ് പറഞ്ഞു, ഷാജാനെ ശരിയാണ്, TP യെ കൊന്നതുകൊണ്ട് അവർക്ക് 2 തെരഞ്ഞെടുപ്പ് തോക്കേണ്ടി വന്നു. പക്ഷേ 2 തെരഞ്ഞെടുപ്പ് തോറ്റിട്ടായാലും പിന്നീട് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടന്നപ്പോൾ TP ഇല്ല. അതാണ് അവർക്ക് പ്രധാനം. അവർക്ക് 2 തെരഞ്ഞെടുപ്പ് തോറ്റാലും വേണ്ടില്ല പാർട്ടിയുടെ നിലനിൽപ്പ്. പാർട്ടിയുടെ വെച്ചാൽ TP ഉണ്ടെങ്കിൽ പാർട്ടി അവിടെ നിലനിൽക്കാൻ കഴിയില്ല. കാരണം പാർട്ടിയുടെ 70% ആൾക്കാർ പോയതാ. അപ്പം TP യെ ഒഴിവാക്കാൻ വേണ്ടി 2 തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ പോലും അവർ തയ്യാറാണ്. അതാണ് TP യുടെ കൊലപാതകത്തിൻ്റെ പ്രത്യേകത എന്ന് എന്നോട് പിന്നെ ഉമേഷ് ബാബു പറഞ്ഞത് ഞാൻ ഓർക്കും. എന്തായാലും TP യെ കൊന്നത് അവർക്ക് നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം RMP എന്ന് പറഞ്ഞൊരു പാർട്ടി വന്നു. ആ പാർട്ടിക്ക് ഒരു MLA വന്നു. ആ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എനിക്ക് 1-2 പഞ്ചായത്ത് ഇപ്പോൾ RMP ഭരിക്കുന്നുണ്ട്. വലിയ ഭീഷണിയായി അവർക്കത് മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ TP വധം ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാർക്ക് മറക്കാൻ പറ്റില്ല. CPM നേതൃത്വത്തിനും അത് മറക്കാൻ പറ്റില്ല. അവർക്ക് വലിയ പരിക്ക് അതുകൊണ്ടുണ്ടായി. പക്ഷെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം സംഭവിച്ചിരിക്കുന്നത് TP യെ കൊല്ലുന്നതിന് ഗൂഢാലോചനയിൽ മുഖ്യ സ്ഥാനം വഹിച്ച പിണറായി വിജയൻ, ഒരു സംശയം വേണ്ട, തെളിഞ്ഞിട്ടില്ലെങ്കിൽ പോലും പിണറായി തന്നെയാണ്, യാതൊരു സംശയമില്ല, പിണറായി ആയിരുന്നു സംസ്ഥാന സെക്രട്ടറി. ആ പിണറായി വിജയൻ ഇറങ്ങിപ്പോകുന്ന ദിവസം TP യുടെ വധം നടന്ന ദിവസമാണ് എന്നുള്ളത് അതെന്തോ ഒരു വലിയൊരു കോയിൻസിഡൻസ് ആയിട്ട് നമുക്ക് അതിനെ കാണേണ്ടി വരും. അതായത് TP യെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയ മനുഷ്യൻ TP കൊല്ലപ്പെട്ട ദിവസം 10 വർഷം അധികാരത്തിലിരുന്നിട്ട് ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കാണാൻ പോവുകയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഔട്ട് ഓഫ് ഓൾ ഡേയ്സ് വേറെ എത്രയോ ദിവസങ്ങളുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കാൻ. അതൊന്നും പ്രഖ്യാപിക്കാതെ TP കൊല്ലപ്പെട്ട ദിവസം തന്നെ പിണറായി വിജയൻ ഇറങ്ങിപ്പോകുന്നു എന്ന് പറയുമ്പോൾ അത് ചരിത്രത്തിന്റെ ഒരു നീതിയാണ്. അല്ല, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ളവർ ആൾക്കാർക്കൊന്നും അറിയില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉള്ളതായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തി വെക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു നീതി ചന്ദ്രശേഖരനോട് ചെയ്യപ്പെടുകയാണ്. ആരും അറിയാതെ, ആരും ചിന്തിക്കാതെ, ആരും കണക്ക് കൂട്ടാതെ TP ചന്ദ്രശേഖരനെ കൊല്ലുന്നതിന് കൂട്ടുനിന്ന, TP ചന്ദ്രശേഖരൻ മരിച്ചു കഴിഞ്ഞപ്പോൾ TP ചന്ദ്രശേഖരനെ കുലംകുത്തി തന്നെ എന്ന് പറഞ്ഞ ആ ക്രൂരനായിട്ടുള്ള ഏകാധിപതി TP ചന്ദ്രശേഖരൻ മരിച്ച ദിവസം, TP ചന്ദ്രശേഖരനെ ഇയാൾ ഗുണ്ടകളെ വിട്ട് മുഖത്ത് 51 വെട്ടുവെട്ടി കൊന്ന ദിവസം തന്നെ അയാൾ ഇറങ്ങിപ്പോകുന്നു എന്നുള്ളത് ഒരു ഭയങ്കര, ഈ പറഞ്ഞ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഒരു സ്ട്രേഞ്ച് കോയിൻസിഡൻസ് ആണ് എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയൂ. തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രപഞ്ചശക്തി എന്നൊരു ശക്തി ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തീർത്തും ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണിത്. ഒരു മെയ് 4-ൽ 14 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു മെയ് 4-ാം തീയതി തന്നെ പിണറായി വിജയൻ എന്ന അധമനായ മനുഷ്യൻ, രാഷ്ട്രീയ നേതാവെന്ന് പോലും അയാളെ എനിക്ക് വിളിക്കാൻ ഇഷ്ടമില്ല, അധമനായ മനുഷ്യൻ ഈ അധികാരത്തിൻ്റെ പടിയിറങ്ങി പോകുന്നത് കാണാനുള്ളൊരു കാഴ്ച ഈ TP ചന്ദ്രശേഖരൻ്റെ പത്നി രമയ്ക്കും ഈ കേരളത്തിലെ ജനങ്ങൾക്കും ഉണ്ടാകാൻ പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ ഈ പ്രപഞ്ചശക്തിയെ വണങ്ങേണ്ടത്. അതിൻ്റെ ഉള്ളുകളികളോ അതിൻ്റെ പിന്നിലെ സത്യങ്ങളോ അസത്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ കർമ്മഫലം എന്ന ഒന്നുണ്ട്. അത് അനുഭവിക്കാതെ
ഈ ലോകത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ലോകം വിട്ടു പോകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് മെയ് 4.